സ്വന്തം സ്വാർത്ഥതയ്ക്കായി ഒരു വ്യക്തി തോട്ടിലെ ഒഴുക്ക് മണ്ണിട്ട് തടസ്സപ്പെടുത്തിയതോടെ ഈ പ്രദേശത്തെ ജനങ്ങളാകെ ദുരിതത്തിലായി മാറിയിരിക്കുകയാണ്. കൂട്ടങ്ങാനം പനയമുക്ക് പ്രദേശത്താണ് തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെ 15ഓളം വീട്ടുകാർ ദുരിതത്തിലായി മാറിയത്. വർഷങ്ങളായി ഒഴുക്കുണ്ടായിരുന്ന പൊതു ഓവുചാൽ നികത്തിയതിനെ തുടർന്ന് കിണറുകളിൽ മാലിന്യം കലരുകയും ബാത്റൂമുകൾ ഉപയോഗശൂന്യമാവുകയും ചെയ്ത അവസ്ഥയിലാണിപ്പോൾ. പഞ്ചായത്ത് നോട്ടീസ് അയച്ചിട്ടും അധികാരികൾ ഉത്തരവിട്ടിട്ടും ഇതൊന്നും വകവയ്ക്കാതെ നിൽക്കുകയാണ് ഉത്തരവാദി. ചിരട്ടയിൽ വെള്ളം കെട്ടിക്കിടന്നാൽ വന്ന് പിഴ ഈടാക്കുന്ന അധികാരികൾ നാടിനെയാകെ രോഗഭീതിയിലാഴ്ത്തി ഈ നിയമം ലംഘനത്തിന് മുന്നിൽ കണ്ണടക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വർഷങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഓവുചാലാണിപ്പോൾ ഒരാൾ വീടിന്റെ പ്രശ്നം പറഞ്ഞു കിണറ് വെള്ളം ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം വലിയൊരു കുണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് നിർത്തിയിട്ടാണ് ചെറിയൊരു ഓവാക്കി 1 മീറ്ററിന്റെ ഓവാക്കി വെച്ചിരുന്നത്. അത് ഞാൻ ഓവാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞ കുണ്ട് നിർത്തിയത്. ഇപ്പോൾ കുണ്ട് ആ ആണിയും കൂടി നിർത്തിയിട്ട് ഇപ്പം മൊത്തത്തിൽ വെള്ളം തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഒരുപാട് വീടുകളിൽ കിണറുകൾ, അതുപോലെ ബാത്റൂമിൽ പോകാൻ പറ്റാതെ കണ്ടിട്ട് ഈ വാലേട്ടൻ്റെ വീട്ടിൽ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. അവർക്ക് ബാത്റൂമിൽ പോകുന്ന അടുത്ത വീട്ടിൽ പോകണം. വെള്ളം കയറി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ടാങ്കി വെള്ളത്തിന് സമാനമായിട്ട് എന്താകുന്നുണ്ട് പുറത്തേക്ക് വരുന്നു. മാലിന്യം ഇതായിട്ട് ബാത്റൂമിൽ പോകാൻ കഴിയാതെ കണ്ടിട്ട് അവരടുത്ത വീട്ടിലാണ് പോകുന്നത്. കിണർ അതേപോലെ തന്നെ മലിനീകരണമായിട്ടാണ് ഉള്ളത്. പഞ്ചായത്തിൽ പല പ്രാവശ്യമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നൊരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ ലാസ്റ്റ് ബാലേട്ടൻ കൊടുത്ത പരാതി, ആ പരാതിക്ക് പഞ്ചായത്ത് വന്ന് നോക്കിയിട്ട് അവരോട് ആ പഴയതുപോലെ തന്നെ ആക്കണം, ആ ഓവുചാല് എത്രയും പെട്ടെന്ന് 7 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 7 ദിവസം കൊണ്ട് പോയിട്ട് 7 ദിവസം കഴിഞ്ഞ് ഇന്നേക്ക് 9-10 ദിവസമായി. ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. വീണ്ടും പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ അറിയാൻ സാധിച്ചത്. ഇത് പഴയതുപോലെ ആക്കിയിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള പലർക്കും പല രോഗങ്ങളും വരാൻ സാധ്യതകളാണ്. കാരണം കൂടുതൽ കൊതുകിന്റെ ശല്യം, വെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ പേരിൽ നമ്മൾ ചിരട്ടയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഏലത്തിൽ നിന്ന് വന്നിട്ട് വെള്ളം കെട്ടി നിന്ന് കൊണ്ടുവന്ന് പരിശോധിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും പരസ്യമായിട്ട് ഇത്രയും ഇതായിട്ട് വെള്ളം പോകുന്ന നിർത്തിയിട്ട് ഒരാൾക്കും ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ഇതും ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് നീക്കം ചെയ്യുകയാണെങ്കിൽ, വെള്ളം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ രോഗം വരാനുള്ള സാധ്യതയാണ്. കാരണം വെച്ചാൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, ഇങ്ങനെ കുട്ടികളുണ്ട്. ഈ നടന്നു പോകുന്ന ഈ വെള്ളം ഇപ്പോൾ എൻ്റെ മതിൽ പൊട്ടിച്ചിട്ടാണ് റോട്ടിൽ കൂടെ തന്നെ വെള്ളം ഒഴുകി പോകുന്നത്. ഇവരെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിപ്പം അതിൻ്റെ മതിൽ പൊട്ടിച്ചതിന് ഞാൻ നടപടിയൊന്നും സ്വീകരിക്കാത്തത്. ഇപ്പം അത് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ കുട്ടികൾക്കൊക്കെ സ്കൂളുകളിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ വെള്ളം കെട്ടി നിന്നിട്ട് പോകുന്ന വഴിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് കാലിന് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നു. ഈ പുഴുക്കടികള് അങ്ങനെ അസുഖങ്ങളെല്ലാം വരുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ ഈ ടോയ്ലറ്റിൽ പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. മഴ നന്നായി പെയ്യുമ്പോൾ ടോയ്ലറ്റ് പോകാനേ പറ്റുന്നില്ല ആയിരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഈ വഴി മുട്ടിച്ചതോട് കൂടിയിട്ടുള്ളത്. വെള്ളം ഒഴുക്ക് മുട്ടിച്ചതാണ് പ്രശ്നമായത്. വർഷങ്ങളായി തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന ഈ ഓവുചാലാണ് അയൽവാസിയായ വ്യക്തി പൂർണ്ണമായും നികത്തിയത്. സ്വന്തം കിണറ്റിലെ വെള്ളം ശുദ്ധമായിരിക്കണമെന്ന് വന്യമായി ന്യായീകരണം പറഞ്ഞാണ് പ്രദേശത്തെ മറ്റു കുടുംബങ്ങളുടെ ജീവിതം ഇദ്ദേഹം ദുസ്സഹമാക്കിയത്. തൊട്ടടുത്ത തോട്ടിലെ വെള്ളം ഒഴുകിയപ്പോൾ വഴിയില്ലാതായതോടെ വീടുകളിലെ ബാത്റൂം ടാങ്കുകൾ കവിഞ്ഞൊഴുകുകയാണ്. പ്രായമായവരും രോഗികളുമുള്ള പല കുടുംബങ്ങൾക്കും സ്വന്തം വീട്ടിലെ ബാത്റൂം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് അയൽവീടുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ളവർ. ഒഴുക്കു തടസ്സപ്പെട്ട മലിനജലം ഒടുവിൽ അയൽവാസിയുടെ മതിൽ പൊട്ടിച്ച് റോഡിലേക്കാണ് ഇപ്പോൾ ഒഴുകുന്നത്. സ്കൂളിൽ പോകുന്ന പിഞ്ചുകുട്ടികളും വയോധികരുമടക്കം 100 കണക്കിന് ആളുകളാണ് പ്രതിദിനം ഈ അണുബാധയുള്ള മാലിന്യ വെള്ളത്തിൽ ചവിട്ടി കടന്നു പോകുന്നത്. ഈ കുണ്ടിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ടാണ് ഈ കിണറ്റിലെ വെള്ളം ഇങ്ങനെ ആകാനുള്ള കാരണം. ഈ ഒഴുകിപ്പോകുന്ന വെള്ളം തടസ്സപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അവിടെ അയാളെ കുഴി നിർത്തുമ്പോൾ ഇതിലെ കൂടി മണ്ണ് വലിച്ചതാണ് ഇവിടെ സ്റ്റോപ്പായി. അതെ, ബുദ്ധിമുട്ട് പറഞ്ഞാൽ എല്ലാവർക്കും രോഗമായി. ഇവിടെ രണ്ടാൾക്ക് പനിയാണ്, എനിക്ക് വേറെ സൂക്കേടാണ്. ഈ വെള്ളത്തിന്റെ ഇതുകൊണ്ട് കൊതുക് വളരെ ബുദ്ധിമുട്ടിക്കുന്നു. പിന്നെ പല ബുദ്ധിമുട്ടുകളും പ്രദേശവാസികളിൽ പലരുടെയും കാലുകളിൽ ഇതിനകം തന്നെ കടുത്ത ചൊറിയും അണുബാധയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകി ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള മാരകരോഗങ്ങളുടെ ഭീതിയിലാണ് ഈ പ്രദേശം. പരാതികൾ നൽകിയതിനെ തുടർന്ന് 7 ദിവസത്തിനധികം പഴയപടി ഓവുചാൽ പുനഃസ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ ദിവസങ്ങൾ 10 കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വീട്ടുപറമ്പിലെ ചിരട്ടയിൽ വെള്ളം കണ്ടാൽ വന്ന് പരിശോധന നടത്തുന്ന അധികാരികൾ ഇത്രയും വലിയൊരു
പൊതുജനാരോഗ്യ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഇനി ഒരു രോഗം പടർന്നു പിടിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും നേരിട്ട് കണ്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രദേശവാസികൾ ഒന്നടങ്കം.